നമസ്കാരം. വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. വികസിത കേരളം എന്ന സ്വപ്നമാണ് വരുന്ന തിരഞ്ഞെടുപ്പിൽ ബിജെപി മുന്നോട്ട് വെക്കുന്നതെന്ന് ബിജെപി ദേശീയ നിർവാഹക സമിതി അംഗം പി.കെ. കൃഷ്ണദാസ്. ജനങ്ങൾ മാറ്റത്തിനു വേണ്ടി ആഗ്രഹിക്കുകയാണെന്നും കൃഷ്ണദാസ്. സംസ്ഥാനത്ത് വീണ്ടും സ്വർണ്ണവില സർവകാല റെക്കോർഡിൽ. പവന് 680 രൂപ വർദ്ധിച്ച് 77,640 രൂപയാണ് ഇന്നത്തെ വില. പയ്യന്നൂരിൽ സിമന്റ് ഗോഡൌണിൽ ലോറിക്ക് തീപിടിച്ചു. ഡ്രൈവർക്ക് പരിക്ക്. വാർത്തകൾ വിശദമായി. വികസിത കേരളം എന്ന സ്വപ്നമാണ് വരുന്ന തിരഞ്ഞെടുപ്പിൽ ബിജെപി മുന്നോട്ട് വെക്കുന്നതെന്ന് ബിജെപി ദേശീയ നിർവാഹക സമിതി അംഗം പി.കെ. കൃഷ്ണദാസ്. ജനങ്ങൾ മാറ്റത്തിനു വേണ്ടി ആഗ്രഹിക്കുകയാണ്. ഇത്രയേറെ പരാജയപ്പെട്ട സർക്കാർ കേരളത്തിൽ ഇതിനു മുൻപ് ഉണ്ടായിട്ടില്ല എന്നും അദ്ദേഹം പറഞ്ഞു. കണ്ണൂരിൽ ബിജെപി കോഴിക്കോട് മേഖലാ ശില്പശാല ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ശബരിമലയിൽ അഭയം പ്രാപിക്കാനാണ് ഗവൺമെന്റ് ശ്രമിക്കുന്നത്. അയ്യപ്പന്റെ ശാപം കിട്ടിയ സർക്കാരാണ് കേരളത്തിലുള്ളത്. അയ്യപ്പ സംഗമത്തിനോട് ബിജെപി എതിരല്ലെന്നും കൃഷ്ണദാസ് പറഞ്ഞു. ഈ സംഗമത്തിന്റെ പശ്ചാത്തലത്തിൽ നേരത്തെ എടുത്ത കേസുകൾ പിൻവലിക്കാൻ സർക്കാർ തയ്യാറാകുമോ എന്നും അദ്ദേഹം ചോദിച്ചു. അയ്യപ്പ ഭക്തജന സംഗമത്തിലേക്ക് പോവുകയാണ് മാർക്സിസ്റ്റ് പാർട്ടി. മാത്രമല്ല നേരത്തെ സ്വീകരിച്ച നിലപാട് നമ്മെ സംബന്ധിച്ച് ദേവസ്വം ബോർഡോ സംസ്ഥാന സർക്കാർ ദേവസ്വം ബോർഡോ അല്ലെ എന്തോ അയ്യപ്പ ഭക്തജന സംഗമം സംഘടിപ്പിക്കുന്നതിൽ ബിജെപി എതിരല്ല. ആവശ്യമുള്ളവർക്ക് പോകാതിരിക്കാം. പക്ഷെ ഇക്കാര്യത്തിൽ സംസ്ഥാനം ഇനി ഇതൊരു ആത്മാർത്ഥതയോടെയാണെങ്കിൽ നമ്മുടെ കാഴ്ചപ്പാടെന്താ? ആ ആത്മാർത്ഥത ഗവൺമെന്റ് തെളിയിക്കണം. എന്താ പ്രധാന പ്രശ്നം? ശബരിമലയിൽ ഇതുവരെ അവർ സ്വീകരിച്ചിരിക്കുന്നത് വിശ്വാസവിരുദ്ധവും ആചാരലംഘനവും ആയിരുന്നു. നമ്മെ സംബന്ധിച്ച് ഈ സംഗമം സംഘടിപ്പിക്കുകയില്ല വേറെ കാര്യം. പക്ഷെ ഇത് ആത്മാർത്ഥത കൂടിയല്ല. ആത്മാർത്ഥതയോടെ ആണെങ്കിൽ ഇതൊക്കെ അവർ തെളിയിക്കണം. അതോടൊപ്പം ഇപ്പം ഈ ഇരിക്കുന്ന സ്റ്റേജിലെ ബിജെപി നേതാക്കന്മാർ, അവിടെ ഇരിക്കുന്നവരെല്ലാവരും 100 കണക്കിന് കേസ് പ്രതിയാണ്. നാമസങ്കീർത്തനം എന്താ സ്ത്രീകൾ ഉൾപ്പെടെ നമ്മുടെ സഹോദരിമാരുൾപ്പെടെ നാമസങ്കീർത്തനത്തോടു കൂടിയാണ് പ്രതിഷേധം നടത്തിയത്. അവരെല്ലാം ഇന്ന് കേസുകളിൽ പ്രതിയാണ്. ഈ സംഗമത്തിന്റെ പശ്ചാത്തലത്തിൽ എല്ലാ കള്ളക്കേസുകളും പിൻവലിക്കാൻ തയ്യാറാവുമോ? 2014 ദേശീയ രാഷ്ട്രീയത്തിലുണ്ടായ മാറ്റത്തിന് സമാനമായിട്ടുള്ളത് ഇത്തവണ കേരളത്തിൽ ഉണ്ടാവാൻ പോവുകയാണെന്നും കൃഷ്ണദാസ് പറഞ്ഞു. 58 മണ്ഡലങ്ങളിൽ നിന്നും 6 സംഘടനാ ജില്ലകളിൽ നിന്നുമുള്ള ഭാരവാഹികളാണ് ശില്പശാലയിൽ പങ്കെടുക്കുന്നത്. നേതാക്കളായ എം.ടി. രമേശ്, ബി. ഗോപാലകൃഷ്ണൻ, വി.കെ. സജീവൻ, കെ.പി. ശ്രീശൻ, ജയചന്ദ്രൻ മാസ്റ്റർ, കെ. രഞ്ജിത്ത്, നവ്യ ഹരിദാസ്, കെ. ശ്രീകാന്ത് എന്നിവർ ശില്പശാലയിൽ പങ്കെടുക്കുന്നുണ്ട്. സംസ്ഥാനത്ത് വീണ്ടും സ്വർണ്ണവില സർവകാല റെക്കോർഡിൽ. കഴിഞ്ഞ ശനിയാഴ്ച സ്വർണ്ണവില 76,000 കടന്ന് ചരിത്ര റെക്കോർഡിൽ എത്തിയിരുന്നു. ഈ വിലയാണ് വീണ്ടും വർദ്ധിച്ച് 77,000 കടന്നത്. പവന് 680 രൂപ വർദ്ധിച്ച് 77,640 രൂപയാണ് ഇന്നത്തെ വില. ഇന്ന് ഗ്രാമിന് 85 രൂപയുടെ വർധനവാണ് ഉണ്ടായത്. ഇതോടെ 1 ഗ്രാം സ്വർണത്തിന് 9,705 രൂപയാണ് വില. പവന് 680 രൂപ വർദ്ധിച്ച് 77,640 രൂപയായി. ശനിയാഴ്ച പവന് 1,200 രൂപയായിരുന്നു ഒറ്റയടിക്ക് വർദ്ധിച്ചത്. 76,960 രൂപയിലായിരുന്നു വ്യാപാരം. ഗ്രാമിന് 150 രൂപ വർദ്ധിച്ച് 9,620 രൂപയാകുകയും ചെയ്തിരുന്നു. അതേസമയം ഞായറാഴ്ച ശനിയാഴ്ചത്തെ നിരക്ക് തന്നെയാണ് മാറ്റമില്ലാതെ തുടർന്നത്. പിന്നാലെ ഇന്ന് വില വീണ്ടും കുതിക്കുകയായിരുന്നു. ഓണം അടുത്തെത്തി നിൽക്കെ കുതിക്കുന്ന സ്വർണ്ണവില വാങ്ങാനിരിക്കുന്നവരെയും കല്യാണ വിപണിയെയും സാരമായി ബാധിക്കും. അതേസമയം ഓഗസ്റ്റ് 1-നായിരുന്നു കഴിഞ്ഞ മാസം സ്വർണ്ണവില ഏറ്റവും കുറഞ്ഞ നിരക്കിലെത്തിയത്. 73,200 രൂപയായിരുന്നു ഓഗസ്റ്റ് 1-ന് വില. കഴിഞ്ഞ 9 ദിവസത്തിനിടെ സ്വർണ്ണവിലയിൽ 4,000 രൂപയുടെ വർധനവാണ് ഉണ്ടായിരിക്കുന്നത്. പയ്യന്നൂരിൽ സിമന്റ് ഗോഡൌണിൽ ലോറിക്ക് തീപിടിച്ചു. കേളോത്ത് ഉളിയത്തുകടവിന് സമീപത്തെ റാംകോ സിമന്റ്സിന്റെ ഗോഡൌണിൽ സിമന്റുമായി എത്തിയ ലോറിക്കാണ് ഉച്ചകഴിഞ്ഞ് 2:45 തീപിടിച്ചത്. തമിഴ്നാട്ടിൽ നിന്നും സിമന്റുമായി എത്തിയ TN 47 BS 2482 നമ്പർ ലോറിക്കാണ് തീപിടിച്ചത്. ഡ്രൈവർ തഞ്ചാവൂർ കുംഭകോണത്തെ ഗോപിനാഥിന് പരിക്കേറ്റു.
ഉച്ചകഴിഞ്ഞ് 2:45 തീപിടിച്ചത്. തമിഴ്നാട്ടിൽ നിന്നും സിമന്റുമായി എത്തിയ TN-47 BS 2482 നമ്പർ ലോറിക്കാണ് തീപിടിച്ചത്. ഡ്രൈവർ തഞ്ചാവൂർ കുംഭകോണത്തെ ഗോപിനാഥിന് പരിക്കേറ്റു. ഇയാളെ പയ്യന്നൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ലോറിയിൽ നിന്നും പകുതിയോളം സിമന്റ് ചാക്കുകൾ ചുമട്ടുതൊഴിലാളികൾ ഇറക്കിവെച്ച ശേഷമായിരുന്നു ഡ്രൈവറുടെ ക്യാബിനിൽ നിന്നും തീ പടർന്നത്. ഡ്രൈവർ ഭക്ഷണം പാചകം ചെയ്യുന്നതിന് ഗ്യാസ് സ്റ്റൗ ഓൺ ചെയ്തിരുന്നു. ഇത് പൊട്ടിത്തെറിച്ചാണ് അപകടം സംഭവിച്ചതെന്നാണ് പ്രാഥമിക നിഗമനം. വിവരമറിഞ്ഞ് സ്ഥലത്തെത്തിയ പയ്യന്നൂർ ഫയർ സ്റ്റേഷനിലെ സ്റ്റേഷൻ ഓഫീസർ CP രാജേഷിന്റെ നേതൃത്വത്തിലുള്ള ഫയർഫോഴ്സ് സംഘമാണ് തീയണച്ചത്. CPI സംസ്ഥാന സമ്മേളനത്തിന്റെ ഭാഗമായി കയ്യൂരിൽ നിന്ന് ആരംഭിച്ച പതാക ജാഥയ്ക്ക് തലശ്ശേരി പുതിയ ബസ് സ്റ്റാൻഡ് പരിസരത്ത് സ്വീകരണം നൽകി. സെപ്റ്റംബർ 8 മുതൽ 12 വരെ ആലപ്പുഴയിലാണ് CPI സംസ്ഥാന സമ്മേളനം നടക്കുന്നത്. CPI സംസ്ഥാന സമ്മേളനത്തിന്റെ ഭാഗമായി കയ്യൂരിൽ നിന്ന് ആരംഭിച്ച പതാക ജാഥയ്ക്ക് തലശ്ശേരി പുതിയ ബസ് സ്റ്റാൻഡ് പരിസരത്ത് സ്വീകരണം നൽകി. സെപ്റ്റംബർ 8 മുതൽ 12 വരെ ആലപ്പുഴയിലാണ് CPI സംസ്ഥാന സമ്മേളനം നടക്കുന്നത്. CPI ദേശീയ എക്സിക്യൂട്ടീവ് അംഗം KP രാജേന്ദ്രനാണ് ജാഥ ലീഡർ. തലശ്ശേരിയിൽ നടന്ന സ്വീകരണത്തിൽ CPI ജില്ലാ കമ്മിറ്റി അംഗം A പ്രദീപൻ അധ്യക്ഷനായി. തലശ്ശേരി മണ്ഡലം സെക്രട്ടറി അഡ്വക്കേറ്റ് MS നിഷാദ്, അജിത് കോളാടി, P കബീർ തുടങ്ങിയവർ പങ്കെടുത്തു. കണ്ണൂർ ജില്ലയിലെ സ്വീകരണത്തിന് ശേഷം ജാഥ കോഴിക്കോട് ജില്ലയിൽ പ്രവേശിച്ചു. ഗ്രാമത്തിൽ നിന്ന് വരുന്ന സഖാവാണ് അദ്ദേഹം. 11 രക്തസാക്ഷികളാണ് നമ്മുടെ നാട്ടിൽ. അവരെല്ലാം പിടിച്ച മുദ്രാവാക്യം ഒന്നാണ്. താഴ്വാഴിത്തത്തിനും ഡെന്നിത്തത്തിനും മുതലാളിത്തത്തിനെതിരായ മുദ്രാവാക്യം. രാജ്യത്തിന് സ്വാതന്ത്ര്യം, അതാണ് അവർ ഉയർത്തിയ മുദ്രാവാക്യം. സാമ്രാജ്യത്തിനെതിരായ പോരാട്ടം അതിശക്തമായി മുന്നോട്ട് കൊണ്ടുപോകാൻ രാജ്യത്തെ തൊഴിലാളികളും പാവപ്പെട്ടവരും കൃഷിക്കാരും അങ്ങനെ എല്ലാ തലങ്ങളിലുമുള്ള അവരാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പതാകയുമായി ഈ സമര പോരാട്ടങ്ങളിലും പ്രക്ഷോഭങ്ങളിലും ഒക്കെ പങ്കെടുക്കുന്നത്. ആയിരങ്ങളാണ് നാടിനു വേണ്ടി ജീവൻ സമർപ്പിച്ചത്. അത് അവകാശപ്പെടാനുള്ള ഒരേ ഒരു പാർട്ടിയെ ഇന്ത്യയിലുള്ളൂ. ആ പാർട്ടിയുടെ പേരാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി. ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന അഭിമാനത്തോടുകൂടി നമുക്ക് ഓരോരുത്തർക്കും. ഓർത്തോണം വന്നോണം പദ്ധതിയുടെ ഭാഗമായി പാട്യം ഗവൺമെന്റ് ആയുർവേദ ഡിസ്പെൻസറിയിൽ ഓണപരിപാടി സംഘടിപ്പിച്ചു. കൂത്തുപറമ്പ് MLA KP മോഹനൻ ഉദ്ഘാടനം നിർവഹിച്ചു. കൂത്തുപറമ്പ് MLA KP മോഹനൻ ഓണാഘോഷം ഉദ്ഘാടനം ചെയ്തു. പാനൂരിൽ പാലീൽ സുബാജിയുടെ മുഹമ്മദ് അലിയുടെ നമ്മുടെ പാനൂർ അക്കാദമി നടത്തുന്നവരുടെ നേതൃത്വത്തിൽ അവിടെ ഒരുപാട് ഓണക്കിറ്റ് വിതരണം ചെയ്തിട്ടാണ്. ഇത് ഞാൻ പറയുന്നത് സാമൂഹ്യ രംഗത്ത് പ്രവർത്തിക്കുക എന്നത് ഇത്തരത്തിലുള്ള സംഘടനകളുടെയും വ്യക്തികളുടെയും. പഞ്ചായത്ത് പ്രസിഡന്റ് NV ഷിനിജ അധ്യക്ഷത വഹിച്ചു. ചെറുവാഞ്ചേരി പകൽവീടിലെ മുഴുവൻ അംഗങ്ങൾക്കും ഓണസദ്യയും ഓണക്കോടിയും നൽകി. തുടർന്ന് ഡിസ്പെൻസറി ജീവനക്കാർ മട്ടുപ്പാവിൽ നട്ടുവളർത്തിയ മല്ലിക കൃഷിയുടെ വിളവെടുപ്പും നടത്തി. വിവിധ യോഗ ക്ലബ്ബുകൾ, മമ്പറ ഹയർ സെക്കൻഡറി NSS യൂണിറ്റ്, ഡിസ്പെൻസറി ജീവനക്കാർ, ഓയിസ്ക ഇന്റർനാഷണൽ എന്നിവരുടെ നേതൃത്വത്തിലാണ് പരിപാടികൾ സംഘടിപ്പിച്ചത്. വിവിധ കലാപരിപാടികളും നടന്നു. ഓയിസ്ക ഇന്റർനാഷണലിന്റെ നേതൃത്വത്തിൽ ജില്ലാ പ്രസിഡന്റ് MP വിനോദ് ചന്ദ്രൻ ശാക്തീകരണ ക്ലാസും കക്കോത്ത് പ്രഭാകരൻ സർട്ടിഫിക്കറ്റ് വിതരണവും നടത്തി. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പ്രദീപൻ മാസ്റ്റർ, ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ശോഭ കോമത്ത്, മെഡിക്കൽ ഓഫീസർ ഡോക്ടർ
സുജ ജി നായർ, സജ്ന അരുൺകുമാർ, ഡോക്ടർ ഷഹല, സജിത രാജീവൻ, NSS കോർഡിനേറ്റർ ഷക്കീർ, പ്രസീത, വി രതി എന്നിവർ നേതൃത്വം നൽകി. PRM HSS പാനൂർ സ്കൂളിൽ ദ്വിദിന ഓണം ക്യാമ്പ് 2025 തുടക്കമായി. പാനൂർ നഗരസഭാ കൗൺസിലർ PK പ്രവീൺ ഉദ്ഘാടനം ചെയ്തു. ഓണം ക്യാമ്പിന്റെ ഉദ്ഘാടനം പാനൂർ നഗരസഭാ കൗൺസിലർ PK പ്രവീൺ നിർവഹിച്ചു. അതിൽ നിന്ന് എങ്ങനെ അച്ചടക്കം, അതേപോലെ ഈ സമൂഹത്തിൽ നടക്കുന്ന തിന്മകൾക്കെതിരെ കാണിച്ചുകൊണ്ട് അതിനെതിരെ സമൂഹത്തിൽ കാഴ്ചപ്പാടുണ്ടാക്കിക്കൊണ്ട് അതിനെതിരെ പ്രവർത്തിക്കുക എന്ന ലക്ഷ്യത്തോടുമുണ്ട്. SPC ആയിക്കൊണ്ടുമ്പോൾ അതിന് ട്രെയിനിങ് കിട്ടിയപ്പോൾ ഇതിന്റെ ചാർജുള്ള ആൾ വരെ പിന്നീട് പോലീസായി മാറുന്ന അവസ്ഥ പോലെയാണ് എനിക്ക് തോന്നിയത്. അവരുടെ പെരുമാറ്റത്തിലെല്ലാം ഭയങ്കര അച്ചടക്കത്തോടും ഡിസിപ്ലിനോടെയാണ് കാണിച്ചത്. അത് നിങ്ങളിൽ ഉണ്ടാക്കാൻ സാധിക്കണം. കാരണം അച്ചടക്കമാണ് ഏറ്റവും ആവശ്യം. അതനുസരിച്ച് ആ മേഖലയിൽ നിന്ന് കിട്ടുന്ന അറിവ് സമൂഹത്തിലേക്ക് പകർത്താൻ നിങ്ങൾക്ക് സാധിക്കും. പാനൂർ SHO AP ആഷിഫ് പതാക ഉയർത്തി. PTA പ്രസിഡന്റ് CK ശ്രീജേഷ് അധ്യക്ഷനായി. വാർഡ് കൗൺസിലർ KK സുധീർ കുമാർ, ഡ്രിൽ ഇൻസ്ട്രക്ടർമാരായ ASI പ്രസാദ്, SCPO ജിജിൽ, KKVM HSS പ്രധാനാധ്യാപിക റീഹ KM, പ്രിൻസിപ്പൽ ബിഷ, അബ്ദുള്ള മാസ്റ്റർ, മദർ PTA പ്രസിഡന്റ് ഉമ്മക്കുൽസു, മുഹമ്മദ് അലി, സുരേഷ് ബാബു എന്നിവർ സംസാരിച്ചു. ഭാസ്കരൻ, ശ്രീമതി, സുലോചന എന്നീ സ്കൂൾ ജീവനക്കാർക്ക് ഉപഹാരങ്ങളും നൽകി ആദരിച്ചു. ക്യാമ്പിന്റെ ഭാഗമായി സൈബർ സുരക്ഷ, ഫസ്റ്റ് എയ്ഡ്, മോട്ടിവേഷൻ ക്ലാസുകൾക്ക് പുറമെ സാഹസിക, കായിക വിനോദം, യോഗ പരിശീലനം എന്നിവയും ഉണ്ടാകും. CPO സിന്ദഗി AP സ്വാഗതവും CPO അമൽ നന്ദിയും പറഞ്ഞു. 44 കുട്ടികളെ യൂണിഫോം ഇട്ട് ഇവിടെ പുറത്ത് ഇറങ്ങുമ്പോൾ നിങ്ങളിപ്പോ ചെറിയ ചെറിയ കാര്യങ്ങൾ ചെയ്താൽ മതി. ഇപ്പൊ നമ്മള് പുറത്തിറങ്ങുമ്പോൾ റോഡില് ബസ് കയറുമ്പോൾ നിങ്ങളെ ഒരു പ്രായമുള്ള ആള് ബസ് കയറുമ്പോൾ നിങ്ങൾ സഹായിച്ചാൽ മതി. എല്ലാവരും ശ്രദ്ധിക്കും. ആ SPC കുട്ടികൾ അതൊക്കെ നമ്മളെ പോലീസിലും നമ്മുടെ സമൂഹത്തിലൊക്കെ SPC ട്രെയിനിങ്ങിന്റെ കുട്ടികൾ അത്രയും മതി. നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ചെയ്തതുമാണ്. നിങ്ങളെ വീട്ടില് നമ്മള് ശരിക്കും SPC കേട്ടിട്ട് പറഞ്ഞാൽ നിങ്ങളെ നിയമം അനുസരിക്കാന്നല്ല, നിയമത്തെ ബഹുമാനിച്ചാൽ മതി. അപ്പൊ വീട്ടില് അച്ഛനെ അല്ലെങ്കിൽ അമ്മയൊക്കെ ഹെൽമെറ്റ് ഇടാതെ ഇപ്പൊ വണ്ടി എടുത്ത് പോകും. നിങ്ങൾ പറയാ അച്ഛാ അത് ശരിയല്ല, നമ്മൾ ഹെൽമെറ്റ് ഇടണം, അച്ഛനെ ക്ലീൻ വേണം, അങ്ങനെ ആ അത്ര കാര്യങ്ങൾ ചെറിയ ചെറിയ കാര്യങ്ങൾ മാറ്റി വരുത്തണം. പിന്നെ നമ്മളെ ക്ലാസ്സിലുള്ള കുട്ടികളെ ഇപ്പോ സഹജീവികളെ സ്നേഹിക്കുന്നത് കുറവാണ്. നിങ്ങളെ കൂടെ കുട്ടികളെ ഇപ്പൊ 2 പേരുണ്ടെങ്കിൽ കുട്ടിക്ക് ഒരു പേര കൊടുക്കുക, അത്ര മതി. ചെറിയ ചെറിയ കാര്യങ്ങൾ ചെയ്താൽ മതി. അപ്പൊ പിന്നെ നമ്മളെ സ്കൂളിലെ കുറെ കുട്ടികള് ചെറിയ കുറച്ച് ഇൻട്രോവേർട്ടായിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളിൽ കുട്ടികൾ, അപ്പൊ നിങ്ങൾ ഈ കുട്ടികളോടൊക്കെ സംസാരിച്ച് നിങ്ങളെല്ലാവരും ലീഡറായി മാറും. അതിനാണ് പ്രേരിക്കരുത്. ന്യൂമാഹി കൃഷിഭവന്റെ നേതൃത്വത്തിൽ ഓണസമൃദ്ധി 2025 എന്ന പേരിൽ പഞ്ചായത്ത് ഓഫീസിന് സമീപം ഓണച്ചന്ത സംഘടിപ്പിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് MK സെയ്തു ഉദ്ഘാടനം ചെയ്തു. ന്യൂമാഹി കൃഷിഭവന്റെ നേതൃത്വത്തിൽ ഓണസമൃദ്ധി 2025 എന്ന പേരിൽ പഞ്ചായത്ത് ഓഫീസിന് സമീപമാണ് ഓണച്ചന്ത ആരംഭിച്ചത്. കർഷകരിൽ നിന്ന് നേരിട്ട് മാർക്കറ്റ് വിലയേക്കാൾ 10% അധികം വില നൽകി സംഭരിച്ച പച്ചക്കറികൾ മാർക്കറ്റ് വിലയേക്കാൾ 30% വില കുറച്ചാണ് ഓണച്ചന്ത വഴി വിൽപ്പന നടത്തുന്നത്. ഉത്സവ സീസണിൽ അനിയന്ത്രിതമായി ഉണ്ടാകുന്ന വിലക്കയറ്റത്തെ നേരിടുന്നതിനും കർഷകർക്ക് കൂടുതൽ ആനുകൂല്യങ്ങൾ ലഭിക്കുന്നതിനും വേണ്ടിയാണ് ഇത്തരത്തിൽ പഞ്ചായത്ത് കൃഷിഭവന്റെ നേതൃത്വത്തിൽ ഓണച്ചന്ത സംഘടിപ്പിക്കുന്നത്. ന്യൂമാഹി പഞ്ചായത്ത് പ്രസിഡന്റ് MK സെയ്തു ഉദ്ഘാടനം ചെയ്തു. ഓണച്ചന്തയാണ് ഇവിടെ ഉദ്ഘാടനം ചെയ്യുന്നത്. കർഷകരിൽ നിന്ന് 10% തുക അധികം കൊടുത്തുകൊണ്ട് മറ്റുള്ളവർക്ക് അത് 30% വിലക്കുറവ് നൽകിക്കൊണ്ടാണ് നമ്മൾ ഇവിടെ ഈ ചന്തയിൽ നിന്ന് ഇവിടെ ഉദ്ഘാടനം ചെയ്യുന്നത്. അപ്പോൾ വാങ്ങുന്നവർക്ക് 30% ലാഭത്തോടു കൂടിയാണ് ഇവിടെ നിന്ന് ഈ 2 പച്ചക്കറികൾ നമ്മൾ നൽകുക. കാരണം നമ്മുടെ വിവിധ ഇനം പച്ചക്കറികൾ ഇവിടെ എത്തിയിട്ടുണ്ട്. കൂടാതെ മറ്റുള്ള സ്ഥലങ്ങളിൽ നിന്ന് വന്ന കുറച്ച് പ്രൊഡക്റ്റ് വിഭവങ്ങളും ഇവിടെ എത്തിയിട്ടുണ്ട്. വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ MK ലത അധ്യക്ഷയായി. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അർജുൻ പവിത്രൻ ആദ്യ വിൽപ്പന നടത്തി. വാർഡ് അംഗം TH അസ്ലം സംസാരിച്ചു. കൃഷി ഓഫീസർ TR രാഹുൽ സ്വാഗതവും കൃഷി അസിസ്റ്റന്റ് MV ബൈജു നന്ദിയും പറഞ്ഞു. പഞ്ചായത്ത് സെക്രട്ടറി KA ലസിത, അസിസ്റ്റന്റ് സെക്രട്ടറി M അനിൽകുമാർ, കുടുംബശ്രീ CDS ചെയർപേഴ്സൺ KP ലീല,
പഞ്ചായത്ത് ഭരണസമിതി അംഗങ്ങൾ, കാർഷിക വികസന സമിതി അംഗങ്ങൾ എന്നിവർ പങ്കെടുത്തു. കണ്ണവം ഹിദായ മീം ഫോർ മീലാദ് ഫെസ്റ്റിന്റെ ഭാഗമായി നബിദിന സന്ദേശ റാലി നടന്നു. മർക്കസുൽ ഹിദായ, കേരള മുസ്ലിം ജമാഅത്ത്, SSF, SYS, ചിറ്റാരിപ്പറമ്പ് സർക്കിൾ എന്നിവയുടെ ആഭിമുഖ്യത്തിലാണ് റാലി സംഘടിപ്പിച്ചത്. ഹിദായയിൽ നിന്ന് ആരംഭിച്ച് 17-ാം മൈൽ വഴി കണ്ണവം ടൗണിൽ റാലി സമാപിച്ചു. കണ്ണവം ഹിദായ മീം ഫോർ മിലാദ് ഫെസ്റ്റിന്റെ ഭാഗമായി മർക്കസുൽ ഹിദായ, കേരള മുസ്ലിം ജമാഅത്ത്, SSF, SYS, ചിറ്റാരിപ്പറമ്പ് സർക്കിൾ എന്നിവയുടെ ആഭിമുഖ്യത്തിൽ നബിദിന സന്ദേശ റാലി നടന്നു. സയ്യിദ് മാറൂഫ് ജിഫ്രി കല്ലടിക്കോട്, ഷൗക്കത്ത് ഭാഗവി, ഇബ്രാഹിം മാസ്റ്റർ, CH യൂസഫ് ഹാജി, സാദിഖ് അദനി, മിഗ്ദാദ് ഫാളിലി എന്നിവർ നേതൃത്വം നൽകി. സൗഹാർദ്ദങ്ങളുടെ പര്യായമായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മാസങ്ങളുടെ ജന്മദിനത്തിന്റെ വീണ്ടും സമാഗതമായിരിക്കുന്നു. അത് ഇഷ്കിന്റെ പർവ്വതങ്ങളിൽ നിന്നും അനുരാഗത്തിന്റെ കാവ്യപ്രവാഹം ഭൂമിലോകത്തെ ഒഴുകിയെത്തുകയാണ്. റബീഉൽ വസന്തത്തെ വരവേറ്റ് ആകാശവും ഭൂമി ഷൗക്കത്ത് ഭാഗവി, CH യൂസഫ് ഹാജി, ഇബ്രാഹിം മാസ്റ്റർ, മിഗ്ദാദ് ഫാളിലി, സാദിഖ് അദനി, സിറാജ് ഫാളിലി, MB അബൂബക്കർ ഹാജി, അബ്ബാസ് ഹാജി, VT റിയാസ്, V ഇസ്മായിൽ തുടങ്ങിയവർ സംസാരിച്ചു. ഹിദായയിൽ നിന്ന് ആരംഭിച്ച് 17-ാം മൈൽ വഴി കണ്ണവം ടൗണിൽ റാലി സമാപിച്ചു. SMA ജില്ലാ സെക്രട്ടറി ഫൈലൂർ റഹ്മാൻ ഇർഫാനി, സോൺ സെക്രട്ടറി അബ്ദുൽ ഖാദർ ചാലക്കര തുടങ്ങിയവർ സ്നേഹപ്രഭാഷണം നടത്തി. ജനകീയാസൂത്രണ പദ്ധതിയിൽ കുന്നോത്തുപറമ്പ് ഗ്രാമപഞ്ചായത്തും കുടുംബശ്രീ, CDS, കുനുമ്മൽ മല്ലിക JLG ഗ്രൂപ്പും സംയുക്തമായി നടപ്പിലാക്കിയ ഓണക്കനി നിറപ്പൊലിമ പദ്ധതിയുടെ ചെണ്ടുമല്ലി വിളവെടുപ്പ് ഉദ്ഘാടനം നടന്നു. ചണ്ടയാട് കുനുമ്മലിൽ കുന്നോത്തുപറമ്പ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് K ലത നിർവഹിച്ചു. ചെണ്ടുമല്ലിയുടെ വിളവെടുപ്പ് ഉദ്ഘാടനം ചെണ്ടയാട് കുനുമലിൽ കുന്നോത്തുപറമ്പ് ഗ്രാമപഞ്ചായത്ത് അധ്യക്ഷ K ലത നിർവഹിച്ചു. ഈ മല്ലിക JLG ഗ്രൂപ്പിന്റെ എല്ലാവർക്കും, ഗ്രൂപ്പ് അംഗങ്ങൾക്ക് എല്ലാവർക്കും കുന്നോത്തുപറമ്പ് ഗ്രാമപഞ്ചായത്തിന്റെ എല്ലാ അഭിനന്ദനങ്ങളും അറിയിച്ചുകൊണ്ട് നമ്മുടെ പദ്ധതി വിശദീകരണം ഇവിടെ കൃഷി ഓഫീസർ അവതരിപ്പിക്കും എന്നുള്ളത് കൊണ്ട് കൂടുതലൊന്നും സംസാരിക്കുന്നു. ഓണാശംസകൾ നേർന്നുകൊണ്ട് നമ്മുടെ ഈ പരിപാടി ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുന്നു. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് N അനിൽകുമാർ അധ്യക്ഷത വഹിച്ചു. കൃഷി ഓഫീസർ ആനന്ദ് പദ്ധതി വിശദീകരിച്ചു. വാർഡ് അംഗങ്ങളായ P മഹിജ, KC ജിയേഷ്, NP ജനകരാജ്, M ബീന, അഗ്രികൾച്ചറൽ CRP രജിഷ, ബാലൻ വാലേരി, P ബിജീഷ്, കൃഷി അസിസ്റ്റന്റ് അഞ്ജു, CDS ചെയർപേഴ്സൺ ശ്രീജിന എന്നിവർ സംസാരിച്ചു. വാർഡ് അംഗം ഗിരീഷ് പോതിയാൾ സ്വാഗതവും കൃഷി അസിസ്റ്റന്റ് അരുൺകുമാർ നന്ദിയും പറഞ്ഞു. കുനിയിൽ വിലാസിനിയുടെ നേതൃത്വത്തിൽ JLG മല്ലിക ഗ്രൂപ്പാണ് കൃഷി ഇറക്കിയത്. ഓണക്കനി നിറപ്പൊലിമ പദ്ധതിയിൽ വിളവെടുത്ത പച്ചക്കറി ഉൽപ്പന്നങ്ങൾ പഞ്ചായത്ത് ഓണച്ചന്തയിലേക്ക് JLG ഗ്രൂപ്പ് കൃഷി ഓഫീസർക്ക് കൈമാറി. പാനൂർ ജനമൈത്രി പോലീസിന്റെ ഇൻസൈറ്റ് പദ്ധതിയിലൂടെ ജോലി ലഭിച്ചവരുടെയും പദ്ധതിയുമായി സഹകരിക്കുന്നവരുടെയും സംഗമവും ഹൈജമ്പ് പിച്ചിലേക്ക് ആവശ്യമായ ബെഡിന്റെ സമർപ്പണവും നടന്നു. പാനൂർ UP സ്കൂളിലാണ് പരിപാടി നടന്നത്. പാനൂർ UP സ്കൂളിൽ നടന്ന പരിപാടി KP മോഹനൻ MLA ഉദ്ഘാടനം ചെയ്തു. പെൺകുട്ടികൾ തന്നെ വളരെ മുൻപന്തിയിൽ നിന്നുകൊണ്ട് പ്രവർത്തിക്കുന്നതായിട്ട് നമുക്ക് കാണാം. അത് വളരെ ആവശ്യമാണ്.
നമ്മളൊന്നും തന്നെ വിദ്യാഭ്യാസ രംഗത്ത് നമ്മൾ നൽകാത്തത് അതാണ്. പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ് എന്നത് നിർബന്ധമാണ്. വ്യക്തിത്വ വികാസം അത് തനിയെ ഉണ്ടാവുന്നതല്ല, നമ്മുടെ ഈ സംസർഗത്തിലൂടെയും സംവാദത്തിലൂടെ മാത്രമേ സാധിക്കുള്ളൂ. അതാണ് ഇവിടെ നമ്മുടെ ഡൽഹി ചെറുപ്പക്കാരുടെ മുന്നിലേക്ക് വെച്ചത്. അപ്പൊ അത് ഏറ്റവും നന്നായിട്ട് പരിഗണിച്ചുകൊണ്ട് നമ്മുടെ ജിൻസിയെ അടക്കമുള്ള ജിൻസിയെക്കുറിച്ചൊക്കെ തന്നെ പറയുമ്പോൾ വളരെ അഭാവത്തോടു കൂടിയാണ് പാനൂരിൽ നിന്ന് തെരഞ്ഞെടുക്കപ്പെട്ട ഒരു കുട്ടിയാണ് റിപ്പബ്ലിക്കിലേക്ക് സാമൂഹ്യത്തിന് വൈക്കോടിക്ക് പോയത് എന്നുള്ളത് അഹങ്കാരത്തോട് അഭാവത്തോടു കൂടി പറയുകയാണ്. അപ്പൊ അത്ര നന്നായിട്ടാണ്. ഞാനതൊക്കെ തന്നെ പുറത്ത് വന്നു. കഴിഞ്ഞ വർഷം ജൂലൈ മാസത്തിൽ 8-ാം തീയതി നിയമസഭയിൽ ലഹരിയെക്കുറിച്ചും പുതിയ ചെറുപ്പ കൂത്തുപറമ്പ് ACP KV പ്രമോദൻ മുഖ്യാതിഥിയായി. കോഴിക്കോട് റൂറൽ ജില്ലാ ക്രൈംബ്രാഞ്ച് DYSP VV ബെന്നി ഹൈജംബഡ് ഏറ്റുവാങ്ങി. പാനൂർ നഗരസഭാ ചെയർമാൻ KP ഹാഷിം അധ്യക്ഷനായി. പാനൂർ IPSHO MV ഷീജു, നഗരസഭാ കൗൺസിലർമാരായ PK പ്രവീൺ, M രത്നാകരൻ, പാനൂർ പോലീസ് സ്റ്റേഷൻ പ്രിൻസിപ്പൽ സബ് ഇൻസ്പെക്ടർ K സുഭാഷ് ബാബു, പാനൂർ ഇൻസൈറ്റ് ചെയർമാൻ ഡോക്ടർ KV ശശിധരൻ, ഇൻസൈറ്റ് ഇൻസ്ട്രക്ടർ VK മോഹൻദാസ്, CRPF വുമൻ കമാൻഡോ റൈഡർ ജിൻസി എന്നിവർ സംസാരിച്ചു. ഇൻസൈറ്റ് കൺവീനർ രാജു കാട്ടുപുനം സ്വാഗതവും കോർഡിനേറ്റർ E സുരേഷ് ബാബു നന്ദിയും പറഞ്ഞു. പാനൂർ PR മെമ്മോറിയൽ ഹയർ സെക്കൻഡറി സ്കൂൾ, KKV മെമ്മോറിയൽ ഹയർ സെക്കൻഡറി സ്കൂൾ 1992 SSLC ബാച്ചിന്റെ നേതൃത്വത്തിൽ രണ്ടാമത് പൂർവ്വ വിദ്യാർത്ഥി സംഗമവും ഓണോത്സവവും സംഘടിപ്പിച്ചു. ഓണപ്പൂക്കളമൊരുക്കിയും മാവേലിയോടൊപ്പം നഗരം ചുറ്റിയും കലാപരിപാടികൾ അവതരിപ്പിച്ച് സംഗമം വേറിട്ടതാക്കി. വർണ്ണാഭമായ കലാപരിപാടികളും അരങ്ങേറി. പാനൂർ PR മെമ്മോറിയൽ ഹയർ സെക്കൻഡറി സ്കൂൾ, KKV മെമ്മോറിയൽ ഹയർ സെക്കൻഡറി സ്കൂൾ 1992 SSLC ബാച്ചിന്റെ നേതൃത്വത്തിലാണ് രണ്ടാമത് പൂർവ്വ വിദ്യാർത്ഥി സംഗമവും ഓണോത്സവവും സംഘടിപ്പിച്ചത്. പാനൂർ PR മെമ്മോറിയൽ ഹയർ സെക്കൻഡറി സ്കൂൾ ഹാളിൽ പാനൂർ നഗരസഭാ കൗൺസിലർ PK പ്രവീൺ ഉദ്ഘാടനം ചെയ്തു. ചിലപ്പോൾ പാനൂർ ഹയർ സെക്കൻഡറി സ്കൂളിലും പാനൂർ ഹൈസ്കൂളിൽ ചരിത്രത്തിൽ കുറിച്ചിടാനുള്ള ഒരു വാക്കായിരിക്കും 1992 ബാച്ചിലെ പൂർവ്വ വിദ്യാർത്ഥി സംഗമം. അവരാണ് മറ്റുള്ളവർക്ക് അത് വഴികാട്ടി കൊടുത്തുകൊണ്ട് പിന്നീട് അങ്ങോട്ട് ആളുകൾ എത്തിച്ചേരുന്ന രീതിയിലേക്കാണ് മാറിയത്. ഇപ്പോൾ വിദ്യാർത്ഥികളുടെ ഈ സംഗമം വ്യത്യസ്തമായ നിലയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങളുടെ ഒരു ആഘോഷം മാത്രമല്ല, നിങ്ങളിലുള്ള ആളുകളെ, വേദനിക്കുന്നവനെ, രോഗികളായ കുടുംബക്കാരുണ്ടെങ്കിൽ അവരുടെ ഒരു ആശ്രയ കേന്ദ്രമായി നിങ്ങളുടെ വിദ്യാർത്ഥി സംഗമത്തിലൂടെ അവർക്കത് മാറ്റിയെടുക്കാൻ സാധിച്ചിട്ടുണ്ട്. സൂരജ് ധർമാലയം അധ്യക്ഷനായി. KP രാജീവൻ സ്വാഗതം പറഞ്ഞു. ഫരീദ് കേളോത്ത്, KP സുജേഷ്, MK ബിജു, രഞ്ജിത്ത് മൊട്ടേമൽ, KP ബിജിഷ, സിന്ധു ടീച്ചർ, രേഷ്മ അനിൽ, അനിൽ നിള, AP രാജേഷ് കുമാർ, PK സലീം തുടങ്ങിയവർ സംസാരിച്ചു. പാനൂർ ടൗണിലൂടെ വർണ്ണശബളമായ ഘോഷയാത്രയും പൂർവ്വ വിദ്യാർത്ഥികളുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ചു. വൈവിധ്യമാർന്ന കലാപരിപാടികളും ഒരുക്കിയിരുന്നു.
ഓണസദ്യയൊരുക്കിയും പൂർവ്വ വിദ്യാർത്ഥി കൂട്ടായ്മ ജീവിതത്തിൽ ഒരിക്കലും മറക്കാനാകാത്ത അനുഭവമാക്കി പൂർവ്വ വിദ്യാർത്ഥികൾ മാറ്റിയെടുക്കുകയായിരുന്നു. ഇടവേളയ്ക്ക് ശേഷം വാർത്തകൾ തുടരും. മയ്യഴിയുടെ മഹിത പാരമ്പര്യത്തിനൊപ്പം പാനൂരിനെ പൊന്നൂരാക്കി വിളക്കിച്ചേർത്ത് ആഭരണ സങ്കല്പങ്ങൾക്ക് പൊന്നാട ചാർത്തിയ അപർണ ഗോൾഡൻ ഡയമണ്ട്സ് വ്യാപാര വിശ്വസ്തതയുടെ മാറ്റുകുറയാതെ അന്നും ഇന്നും എന്നും നിങ്ങളോടൊപ്പം. അപർണ ഗോൾഡൻ ഡയമണ്ട്സ്, സ്റ്റാച്യു ജംഗ്ഷൻ, മാഹി. അപർണ ഗോൾഡൻ ഡയമണ്ട്സ് നിയർ RC ചർച്ച്, മാഹി. അപർണ ഗോൾഡൻ ഡയമണ്ട്സ്, പൂക്കോം റോഡ്, പാനൂർ. ഈ പ്ലാനറ്റ് ഓണാടെ കറിക്കരയ്ക്കാൻ മിക്സി, ഇനി അരച്ചു കൂട്ടുന്ന ചട്നി, അതിന് വിൽക്കണ്ട നീ നിന്റെ കിഡ്നി. ഇനി തണുത്തിരിക്കുവാൻ AC, തുണി നനയ്ക്കുവാൻ വാഷിംഗ് മെഷീനും, ചൂടാക്കാൻ ഓവൻ ഓണാക്കി കൂടാക്കാൻ ഫ്രിഡ്ജും ഉണ്ട്. സിനിമ കാണുവാൻ TV വെച്ചിട്ട് ഓണം ഓണാണ്. ഈ ഓണം ഓണാടെ ആടുണ്ട് പേരുണ്ട്, ഈ ഓണം ഓണാടെ ഈ പ്ലാനറ്റ് പോവണ്ടേ. ഈ ഓണം ഓണാടെ ആടുണ്ട് പേരുണ്ട്, ഈ ഓണം ഓണാടെ ഈ പ്ലാനറ്റ് പോവണ്ടേ. നാട് മുഴുവൻ ഓണാക്കി ഈ പ്ലാനറ്റിൽ മഹാവിലക്കുറവിന്റെ ഓണാഘോഷം. ഈ പ്ലാനറ്റ് ഓണം ഓണാണ്. വരൂ, ഈ ഓണത്തിന് നിങ്ങളുടെ വീടും ഓണാക്കാം. നിങ്ങൾ സ്വപ്നം കാണുന്ന ഭാവിക്ക് ഒരു വഴിത്തിരിവായി മാഹി കോപ്പറേറ്റീവ് കോളേജ് ഓഫ് ഹയർ എഡ്യൂക്കേഷൻ ആൻഡ് ടെക്നോളജി. പഠിക്കാം പോണ്ടിച്ചേരി സെൻട്രൽ യൂണിവേഴ്സിറ്റി അംഗീകൃത കോഴ്സുകൾ. BCom ജനറൽ ആൻഡ് കോർപ്പറേറ്റ് സെക്രട്ടറിഷിപ്പ്, BBA ജനറൽ ആൻഡ് ടൂറിസം, BCA, BA and MA English, MCom, BSc ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആൻഡ് മെഷീൻ ലേണിംഗ്, BSW, BSc Data Science, BSc Psychology, MBA, MCA, കൂടാതെ CMA, CAT, Logistics, Cyber Security and Ethical Hacking, Aviation എന്നീ ഓപ്ഷണൽ ഡിപ്ലോമ കോഴ്സുകൾ. സ്വപ്ന തുല്യമായ കരിയർ സ്വന്തമാക്കാൻ ഇത് തന്നെയാണ് അവസരം. To know more, contact us. നല്ല സെലക്ഷൻ, നല്ല വിലക്കുറവ്. ലുലു സാരീസ് നേടാം നല്ലോണം. ഇപ്പോൾ ആഗ്രഹങ്ങളിലെ വസ്ത്രങ്ങൾക്ക് 9 രൂപ മുതൽ 999 വരെ. ലുലു സാരീസ്, കണ്ണൂർ, തലശ്ശേരി ആൻഡ് കുറ്റ്യാടി. അരോമ സൂപ്പർ മാർക്കറ്റ്, പള്ളൂർ. നിത്യോപയോഗ സാധനങ്ങളുടെ കലവറയുമായി അരോമ സൂപ്പർ മാർക്കറ്റ് പള്ളൂരിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. ഗുണമേന്മയേറിയ ധാന്യങ്ങൾ, പച്ചക്കറികൾ, ഫ്രൂട്ട്സ്, ബേക്കറി ഐറ്റംസ്, ഫ്രഷ് മീറ്റ്, ഡ്രൈ ഫ്രൂട്ട്സ്, സ്റ്റേഷനറി ഐറ്റംസ്, പ്ലാസ്റ്റിക്, സ്റ്റീൽ പാത്രങ്ങൾ, ഫാൻസി ഗിഫ്റ്റ് ഐറ്റംസ് തുടങ്ങി വീടിനാവശ്യമായതെല്ലാം മിതമായ വിലയിൽ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു. കൂടാതെ ഉപഭോക്താക്കൾക്കായി നറുക്കെടുപ്പിലൂടെ ഇലക്ട്രിക് സ്കൂട്ടർ, TV തുടങ്ങി നിരവധി സമ്മാനങ്ങളും. അരോമ സൂപ്പർ മാർക്കറ്റ്, ആലി സ്കൂൾ റോഡ്, പള്ളൂർ. Invest in pieces that make you feel like the masterpiece you are. Planeta Modern Jewelry. Lulu Gold, Talasheri, Kannur, Kozhikode. ഈ ഓണക്കാലം ആഘോഷങ്ങൾക്കായി ഒരുങ്ങാം ഹോം ഡെക്കോറിനൊപ്പം. ഓഗസ്റ്റ് 21 മുതൽ സെപ്റ്റംബർ 12 വരെ ഹോം ഡെക്കോറിൽ ഓണം സ്പെഷ്യൽ ഓഫേഴ്സ്. 3-door wardrobe, 2-door wardrobe, 4-seat kitchen table set with marble, wooden 3-seat sofa acacia, wooden 2-seat sofa acacia, 5x3 dining table 6-piece chair set,
3-seat bench, 5-seat corner sofa set, 6-seat corner sofa set, 5-seat corner sofa set, 75 into 60 into 6 inch, 75 into 72 into 6 inch. Buy one get one mattresses, 4 pillow and bed sheet free. 3-door bedroom set, 4-door bedroom set, 4-door UV bedroom set. കൂടാതെ 10,000 രൂപയുടെ ഓരോ പർച്ചേസിനും ബമ്പർ ലക്കി കൂപ്പൺ നേടൂ. ഒപ്പം നിരവധി സമ്മാനങ്ങളും. ആഘോഷമാക്കാം ഈ പൊന്നോണം ഹോം ഡെക്കോറിൽ. ഹോം ഡെക്കോർ, പല്ലൂർ, ചൊക്ലി, അഞ്ചരക്കണ്ടി. അനുദിനം വികസിച്ചു വരുന്ന തലശ്ശേരിയുടെ പ്രൗഢിക്കൊപ്പം ആധുനീകരിച്ച നവരത്ന ഇൻ. സ്വീറ്റ് റൂമുകളടക്കം 25 റൂമുകൾ. പേർക്ക് ഇരിക്കാവുന്ന AC മൾട്ടി കിച്ചൺ റെസ്റ്റോറന്റ്, ഒപ്പം ഇൻ റൂം ഡൈനിങ് ഫെസിലിറ്റി. സീറ്റിംഗ് കപ്പാസിറ്റിയുള്ള വൈഡൂര്യ ഹാൾ, 100 സീറ്റിംഗ് പുഷ്യരാഗ ഹാൾ, 16 പേർക്ക് യോഗം ചേരാവുന്ന കോൺഫറൻസ് ഹാൾ. ഏത് സാഹചര്യങ്ങളിലും ഡോക്ടർ ഓൺ കോൾ സൗകര്യം. ഒരേ സമയം 100ഓളം കാറുകൾ പാർക്ക് ചെയ്യാനുള്ള പാർക്കിംഗ് ഏരിയ. ഹോസ്പിറ്റാലിറ്റി രംഗത്ത് ചുരുങ്ങിയ കാലം കൊണ്ട് നഗരത്തിന്റെ ഹൃദയം കവർന്ന സ്ഥാപനം നവരത്ന ഇൻ, ഗുഡ്ഷെഡ് റോഡ്, റെയിൽവേ സ്റ്റേഷന് സമീപം, തലശ്ശേരി. ഫോൺ 0490222803, 9497360333. നല്ല സെലക്ഷൻ, നല്ല വിലക്കുറവ്. ലുലു സാരീസ് നേടാം നല്ലോണം. ഇപ്പോൾ ആഗ്രഹങ്ങളിലെ വസ്ത്രങ്ങൾക്ക് 9 രൂപ മുതൽ 999 വരെ. ലുലു സാരീസ്, കണ്ണൂർ, തലശ്ശേരി ആൻഡ് കുറ്റ്യാടി. വാർത്തകൾ തുടരുന്നു. കോടിയേരി ദേശീയ വായനശാല ആൻഡ് ഗ്രന്ഥാലയത്തിന്റെ നേതൃത്വത്തിൽ പുസ്തക പൂക്കാലം വീട്ടുമുറ്റ പുസ്തക ചർച്ച സംഘടിപ്പിച്ചു. ദേശീയ വായനശാല സെക്രട്ടറി KP അരുൺകുമാറിന്റെ ചിന്തൂരമീത്തൽ വീട്ടിലാണ് പരിപാടി നടന്നത്. തലശ്ശേരി നഗരസഭാംഗം മഹിജ ഉദ്ഘാടനം ചെയ്തു. ബെന്യാമിന്റെ ആടുജീവിതം എന്ന നോവൽ B. ജയറാം അവതരിപ്പിച്ചു. വായനശാല പ്രസിഡന്റ് TK ഷാജു മാസ്റ്റർ മോഡറേറ്ററായി. വായനശാല സെക്രട്ടറി KP അരുൺകുമാർ സ്വാഗതവും KM ബാലൻ മാസ്റ്റർ നന്ദിയും പറഞ്ഞു. K. അച്യുതൻ, ഗീത, സ്നേഹലത, VP പുഷ്പലത എന്നിവർ ചർച്ചയിൽ പങ്കെടുത്ത് സംസാരിച്ചു. കോടിയേരി ദേശീയ വായനശാല ആൻഡ് ഗ്രന്ഥാലയത്തിന്റെ സമൃദ്ധി കാർഷിക കൂട്ടായ്മയുടെ പൂകൃഷിയുടെ വിളവെടുപ്പ് വാർഡ് കൗൺസിലർ P. മനോഹരൻ നിർവഹിച്ചു. വായനശാല സെക്രട്ടറി KP അരുൺകുമാർ വിശിഷ്ട അതിഥിയായി. സീനത്ത്, സജിത തുടങ്ങി കാർഷിക കൂട്ടായ്മ അംഗങ്ങളും പരിപാടിയിൽ പങ്കെടുത്തു. AKWA തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റിയുടെ 3ാമത് ഓണാഘോഷവും ഓണവിരുന്നും നടന്നു. AKWA നിയുക്ത സംസ്ഥാന സെക്രട്ടറി M. അഭിലാഷ് ഉദ്ഘാടനം ചെയ്തു. ഓണാഘോഷത്തിന്റെ ഉദ്ഘാടനം AKWA നിയുക്ത സംസ്ഥാന സെക്രട്ടറി M. അഭിലാഷ് നിർവഹിച്ചു. തിരുവനന്തപുരം ജില്ലാ പ്രസിഡന്റ് അബ്ദുൽ ഫൈസി അധ്യക്ഷനായി. തിരുവനന്തപുരം ജില്ലാ സെക്രട്ടറി VS സുജീവ് സ്വാഗതം പറഞ്ഞു. പുനർജനി ചാരിറ്റബിൾ ട്രസ്റ്റ് കൊല്ലം ഡയറക്ടർ സച്ചു വിശിഷ്ടാതിഥിയായി. AKWA സംഘടനയെ പ്രതിനിധീകരിച്ച് സംസ്ഥാന നിയുക്ത ജോയിന്റ് സെക്രട്ടറി സന്തോഷ് മാഹി ചടങ്ങിൽ പങ്കെടുത്തു. തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റി ഭാരവാഹികളുടെയും തിരുവനന്തപുരം, നെയ്യാറ്റിൻകര, ആറ്റിങ്ങൽ എന്നീ മേഖലകളിലെ കമ്മിറ്റിയുടെ ഭാരവാഹികളുടെയും സത്യപ്രതിജ്ഞ ചടങ്ങും നടന്നു. ഓണാഘോഷത്തോടനുബന്ധിച്ച് ഓണസദ്യ, കരോക്കെ ഗാനമേള, വിവിധ കലാപരിപാടികൾ, ഓണാഘോഷ നറുക്കെടുപ്പ്, സമ്മാനങ്ങൾ എന്നിവയും ഉണ്ടായി. ഒന്നാം സമ്മാനം എടുത്തോ, ധൈര്യമായിട്ട് എടുത്തോ. എനിക്ക് തന്നെ കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു, എടുത്തോ.
ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ 15 വർഷമായി കിഴക്കുംഭാഗത്ത് സജീവമായി പ്രവർത്തിക്കുന്ന കാരുണ്യ ചാരിറ്റബിൾ സൊസൈറ്റി നിർമ്മിച്ച വയോജന പകൽ വിശ്രമ കേന്ദ്രം പ്രവർത്തനം ആരംഭിച്ചു. റെയ്ഡ്കോ ചെയർമാൻ എം സുരേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. റെയ്ഡ്കോ ചെയർമാൻ എം സുരേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. പി വി വേണുഗോപാൽ അധ്യക്ഷത വഹിച്ചു. CPI മണ്ഡലം കമ്മിറ്റി അംഗം CN ഗംഗാധരൻ, രാജീവ് പാനുണ്ട, ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ CM സജിത, T നിസാർ അഹമ്മദ്, സൊസൈറ്റി സെക്രട്ടറി V ജയചന്ദ്രൻ, പ്രസിഡന്റ് PM മഹീശൻ എന്നിവർ സംസാരിച്ചു. 38 വർഷത്തെ രാജ്യസേവനത്തിനു ശേഷം CRPF-ൽ നിന്നും വിരമിച്ച് നാട്ടിലെത്തിയ ഡെപ്യൂട്ടി കമാൻഡന്റ് AM പ്രദീപ് കുമാറിന് തലശ്ശേരി റെയിൽവേ സ്റ്റേഷനിൽ സ്വീകരണം നൽകി. കണ്ണൂർ CRPF ജവാന്മാരുടെ കൂട്ടായ്മയുടെ നേതൃത്വത്തിലാണ് സ്വീകരണം ഒരുക്കിയത്. ഡെപ്യൂട്ടി കമാൻഡർ പ്രദീപ് കുമാറിന് തലശ്ശേരി റെയിൽവേ സ്റ്റേഷനിലാണ് സ്വീകരണം ഒരുക്കിയത്. CRPF ജവാന്മാരുടെ കൂട്ടായ്മയായ കണ്ണൂർ CRPF കൂട്ടായ്മയാണ് സ്വീകരണം ഒരുക്കിയത്. കൂട്ടായ്മയിലെ അംഗങ്ങളും കുടുംബാംഗങ്ങളും കണ്ണൂർ CRPF പെൻഷൻ ഫോറം അംഗങ്ങളും സെൻട്രൽ പാരാമിലിറ്ററി എക്സ് സർവീസ്മെൻ അസോസിയേഷൻ അംഗങ്ങളും നാട്ടുകാരും പങ്കെടുത്തു. 38 വർഷത്തെ രാജ്യസേവനത്തിനിടയിൽ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഇദ്ദേഹം സേവനം അനുഷ്ഠിച്ചിട്ടുണ്ട്. ധർമ്മടം സ്വദേശിയായ പ്രദീപ് കുമാർ ഛത്തീസ്ഗഡിലെ റായ്പൂർ ഗ്രൂപ്പ് സെന്ററിൽ നിന്നാണ് വിരമിച്ചത്. അദ്ദേഹത്തിന് വേണ്ടി കണ്ണൂർ CRPF കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ ഉജ്ജ്വല സ്വീകരണമാണ് ഇന്ന് ഇവിടെ നടത്തിയിട്ടുള്ളത്. അതിൽ നമ്മുടെ ഇന്ന് എത്തിച്ചേർന്ന എല്ലാ മെമ്പേഴ്സിനും, കണ്ണൂർ കൂട്ടായ്മയുടെ മെമ്പേഴ്സും മറ്റു നാട്ടുകാർക്കും എല്ലാവർക്കും ഞാൻ നമ്മുടെ നന്ദി അറിയിക്കുകയാണ്. അപ്പോൾ പ്രദീപ് സാറിനെ പറ്റി അധികം പറയേണ്ട ആവശ്യമില്ല. അദ്ദേഹം എൻ്റെ കൂടെ 2 ജനുവൽ സർവീസ് ചെയ്താണ്. ഇത്രയും നല്ലൊരു CRPF ആൾക്കാർക്ക് വേണ്ടി ഹെൽപ്പ് എന്ന് പറഞ്ഞാൽ ആരൊരു കാര്യം ചോദിച്ചാൽ അപ്പോൾ ചെയ്യാൻ പറ്റി ചെയ്യുന്ന ഒരു മനുഷ്യരായിരുന്നു. ഇന്ന് നമ്മൾ CRPF റിട്ടയർഡായി, എന്നാലും ഇപ്പോഴും അദ്ദേഹം അവരുടെ ഹെൽപ്പ് തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ നമ്മൾ അധികം സംസാരിക്കുന്നതിനെ കവിത പ്രദീപാണ് ഭാര്യ. പായൽ പ്രദീപ്, കാവ്യ പ്രദീപ് എന്നിവർ മക്കളും. അഡ്മിൻ M സുരേഷൻ, A പ്രേമരാജൻ, തണൽ ഫൗണ്ടേഷൻ ചെയർമാൻ ബാബു പാറാൽ, CRPF പെൻഷൻ ഫോറം സെക്രട്ടറി ഗോപിനാഥ് MK, KK പ്രദീപൻ എന്നിവർ സംസാരിച്ചു. അഡ്മിൻമാരായ K ശ്രീകാന്ത്, കവിത S ജയൻ, നിഷാന്ത് MR ഗണേശൻ, സുധീർ എരമം, പ്രകാശൻ മട്ടേമ്മൽ, VC രാജേഷ് എന്നിവർ നേതൃത്വം നൽകി. പിന്നെ പഠിച്ചതെല്ലാം ചെന്നൈയിലായിരുന്നു. പിന്നെ 1987 ആസ് അസിസ്റ്റൻറ്റ് സബ് ഇൻസ്പെക്ടറായി പിന്നെ സെലക്ഷനായി. പിന്നെ എൻ്റെ ഫസ്റ്റ് പോസ്റ്റ് നീമച്ചായിരുന്നു. അവിടുന്ന് ഒരു 10-14 പോസ്റ്റ് ഏകദേശം ജമ്മു കാശ്മീർ, അസാം, ഇങ്ങനെ എല്ലാ നോർത്ത് ഈസ്റ്റ് എല്ലാ സ്റ്റേറ്റിലും, പിന്നെ ഛത്തീസ്ഗഡ്, രാജസ്ഥാൻ, മധ്യപ്രദേശ്, തമിഴ്നാട്, അങ്ങനെ എല്ലാ ആൾ ഇന്ത്യയിൽ ഫുള്ളായിട്ട് ഞാൻ സർവീസ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ കണ്ണൂർ CRPF കൂട്ടായ്മയുടെ ഞാൻ പ്രസിഡന്റുമാണ്. ഞങ്ങളെ ഈ കൂട്ടായ്മ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നിങ്ങൾ കാണുന്ന റിസപ്ഷൻ. വടക്കുംപാട് ഹൈസ്കൂൾ 90s ബാച്ച് പൂർവ്വ വിദ്യാർത്ഥി കൂട്ടായ്മ സഹപാഠികൾ അറ്റ് 90സിന്റെ നേതൃത്വത്തിൽ ഓണാഘോഷവും കുടുംബസംഗമവും സംഘടിപ്പിച്ചു. വടക്കുംപാട് PC ഗുരുവിലാസം ബേസിക് UP സ്കൂളിൽ നടന്ന പരിപാടി വടക്കുംപാട് ഹൈസ്കൂൾ റിട്ടയർഡ് അധ്യാപിക KM ഓമന ടീച്ചർ ഉദ്ഘാടനം ചെയ്തു. വടക്കുംപാട് ഹൈസ്കൂൾ റിട്ടയർഡ് അധ്യാപിക KM ഓമന പരിപാടി ഉദ്ഘാടനം ചെയ്തു. ഓണാഘോഷ കമ്മിറ്റി കൺവീനർ K മനോജ് കുമാർ അധ്യക്ഷത വഹിച്ചു. PM മജിദ, V സുരേഷ് ബാബു, T പ്രകാശ് കുമാർ, KP ഷീജ, CV ധനലക്ഷ്മി, K പ്രകാശ് കുമാർ, M ഷാജി, V അശോകൻ തുടങ്ങിയവർ സംസാരിച്ചു. റിട്ടയർഡ് അധ്യാപിക KM ഓമനയെ ചടങ്ങിൽ ആദരിച്ചു. ഏറ്റവും മികച്ച വായനക്കാരിയായി തിരഞ്ഞെടുത്ത V നളിനിയെ ആദരിച്ചു. കണ്ണൂർ ജില്ലാ അത്ലറ്റിക് മീറ്റിൽ മീറ്റ് റെക്കോർഡോടുകൂടി 1ാം സ്ഥാനം നേടിയ ഷാരോൺ കൃഷ്ണയെ അനുമോദിച്ചു. ഈ വർഷത്തെ LSS, USS, SSLC, +2 പരീക്ഷകളിൽ ഉന്നത വിജയം കൈവരിച്ച വിദ്യാർത്ഥികളെ അനുമോദിച്ചു. തുടർന്ന് പൂർവ്വ വിദ്യാർത്ഥികൾ അവതരിപ്പിച്ച തിരുവാതിര കളിയും വിവിധ കലാകായിക പരിപാടികളും അരങ്ങേറി. മാവേലിയും പൂക്കളവും ഓണസദ്യയും ഒരുക്കിയിരുന്നു. ഒരിടവേള കൂടി. PK in store, Chokli Mahi.
The biggest showroom and experience center in South India for tiles and sanitary ware, has a wealth of collections of top-notch products and brands. Bobby Chamanur International Jeweler. സിൽക്ക് മിത്ര, തുവക്കുന്ന് റോഡ്, കല്ലിക്കണ്ടി. മഹാനഗരങ്ങളിലെ ഷോപ്പിംഗ് അനുഭവം കല്ലിക്കണ്ടിയിലും. അനുദിനം മാറുന്ന ഫാഷൻ ട്രെൻഡ് അപ്പോൾ തന്നെ സിൽക്ക് മിത്രയിലും. ബഹുനില മന്ദിരത്തിൽ ഷോപ്പിംഗ് വസ്ത്രവിസ്മയമൊരുക്കി സിൽക്ക് മിത്ര. കുടുംബത്തിലെല്ലാവർക്കുമുള്ള വസ്ത്രങ്ങൾ പലയിടങ്ങളിൽ അന്വേഷിച്ച് ഇനി ദൂരങ്ങളിൽ അലയേണ്ട. വരൂ സിൽക്ക് മിത്രയിലേക്ക്. ഷോപ്പിംഗ് വിസ്മയം അനുഭവിച്ചറിയൂ. ആലീസിന്റെ അത്ഭുത ലോകം വസ്ത്രസങ്കല്പ പൂർണ്ണതയിലാകുമ്പോൾ അതിവിടെയാണ് സിൽക്ക് മിത്ര, കല്ലിക്കണ്ടി. സാരികൾ, പട്ടുസാരികൾ, ജെന്റ്സ്, കിഡ്സ് വസ്ത്രങ്ങൾ, പുതിയ കാലം ആവശ്യപ്പെടുന്ന വസ്ത്രങ്ങൾ എല്ലാം ഒരിടത്ത് സിൽക്ക് മിത്രയിൽ. വർണ്ണ നൂലിഴകളാൽ കുരുത്ത വിശ്വാസം, വിലക്കുറവിന്റെ വിസ്മയം, കാലം കാത്തുവെച്ച വസ്ത്രവിസ്മയം. സിൽക്ക് മിത്ര, തുവക്കുന്ന് റോഡ്, കല്ലിക്കണ്ടി. ന്യൂ ശശീന്ദ്ര ജ്വല്ലറി, പാനൂർ. അരനൂറ്റാണ്ടിലേറെ കാലത്തെ സേവന പാരമ്പര്യം കാലത്തിനൊത്ത മാറ്റങ്ങളോടെ പുതിയ രൂപത്തിലും ഭാവത്തിലും അണിഞ്ഞൊരുങ്ങിയിരിക്കുന്നു. ശശീന്ദ്രയുടെ സ്വന്തം പണിശാലയിൽ നിർമ്മിക്കുന്ന ആഭരണങ്ങൾക്ക് പുറമെ മുംബൈ, കൊൽക്കത്ത, സിംഗപ്പൂർ മോഡൽ ആഭരണങ്ങളുടെ വിപുലമായ ശേഖരം. BIS 916 ഹോൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളും ഫസ്റ്റ് ക്വാളിറ്റി വെള്ളി ആഭരണങ്ങളുടെയും അതിവിപുലമായ ശേഖരം. ജന്മനക്ഷത്രക്കല്ലുകളും ഒരുക്കിയിരിക്കുന്നു. ഏതു വരുമാനക്കാരനും സ്വർണ്ണാഭരണം സ്വന്തമാക്കാനുള്ള ലഘുനിക്ഷേപ പദ്ധതികളും. ന്യൂ ശശീന്ദ്ര ജ്വല്ലറി, പാനൂർ ജംഗ്ഷൻ. ഫോൺ 049023112238. ഏറ്റവും ആധുനികമായ മെഷീനറിയിൽ ഹൈബ്രിഡ് വാഷ് ചെയ്ത ജിയോ സാൻഡും ജിയോ മിക്സ് കോൺക്രീറ്റും. ജിയോ സാൻഡ് കോൺക്രീറ്റ് രംഗത്തെ ഒരു വിപ്ലവം തന്നെയാണ്. കറക്റ്റ് മാഷേ, ജിയോ സാൻഡ് ഒരു വിപ്ലവം തന്നെയാണ്. വാർത്തകളിലേക്ക്. തൃപ്പങ്ങോട്ടൂർ ഗ്രാമപഞ്ചായത്ത് 2025-26 വാർഷിക പദ്ധതിയിൽപ്പെട്ട പോത്തുകുട്ടി 1ാം ഘട്ട വിതരണം കടവത്തൂരിൽ നടന്നു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സക്കീന തെക്കയിൽ ഉദ്ഘാടനം ചെയ്തു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സക്കീന തെക്കയിൽ പോത്തുകുട്ടി വിതരണം ഉദ്ഘാടനം ചെയ്തു. പോത്തുകുട്ടി വിതരണമാണ് ഇവിടെ നടക്കുന്നത്. ഞങ്ങളെ ഭരണസമിതി വന്ന മുതൽക്കാണ് ഞങ്ങൾ ഈ പദ്ധതി ആവിഷ്കരിച്ചത്. നല്ല രീതിയിലുള്ള ജനങ്ങളുടെ സഹകരണം, അതോടൊപ്പം തന്നെ നല്ലൊരു പദ്ധതിയായിട്ടാണ് ഞങ്ങൾ ഇതിനെ കാണുന്നത്. അതുകൊണ്ട് ഞങ്ങൾക്ക് എല്ലാവരുടെയും സഹകരണം ഉണ്ടായിട്ടുണ്ട്. അതോടൊപ്പം തന്നെ എടുത്തു പറയേണ്ടത്, ഡോക്ടർ നമ്മൾ ഭരണസമിതി അവസാനിക്കാൻ പോകുന്ന സമയത്ത് തന്നെ എത്രയും പെട്ടെന്ന് തന്നെ ഇതിനെ ഗുണഭോക്താക്കളുടെ ലിസ്റ്റ് കൊടുക്കുകയും അതോടൊപ്പം തന്നെ പോത്തുകുട്ടിയെ ഇത് വാങ്ങാൻ പോയി ഇത് തന്നെ വിതരണം ചെയ്യാൻ സാധിച്ചു. അതിന് ഡോക്ടർക്കും എല്ലാവിധ അഭിനന്ദനങ്ങളും അറിയിക്കുന്നു. ഈ പരിപാടി ഔപചാരികമായി ഉദ്ഘാടനം ചെയ്ത് അറിയിച്ചുകൊണ്ട് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ നസീമ ചാമാളി അധ്യക്ഷത വഹിച്ചു. സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ കൊയമ്പ്രത്ത് ഇസ്മയിൽ മാസ്റ്റർ, ഷമീന കുഞ്ഞിപ്പറമ്പത്ത്, ഭരണസമിതി അംഗങ്ങളായ നെല്ലൂർ ഇസ്മയിൽ, VK തങ്കമണി, ഹാജറ യൂസഫ്, CK സുലൈഖ, വെറ്റിനറി ഡോക്ടർ ആൽവിൻ, പഞ്ചായത്ത് സെക്രട്ടറി VV പ്രസാദ് എന്നിവർ സംസാരിച്ചു. വയനാട് വെറ്റിനറി ആൻഡ് അഗ്രികൾച്ചറൽ ബയോ സൊസൈറ്റിയാണ് പോത്തുകുട്ടി വിതരണം നടത്തിയത്. തലശ്ശേരി വടക്കുംപാട് കിളാഞ്ചേരി സൗഹൃദ കൂട്ടായ്മ വിവിധ മത്സര പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയവരെ അനുമോദിച്ചു. പരിപാടിയോടനുബന്ധിച്ച് വനിതാ സാഹിതി വടക്കുംപാട് യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ മാധവിക്കുട്ടിയുടെ കഥകളെ ആസ്പദമാക്കിയുള്ള പുസ്തക ചർച്ചയും നടന്നു. ഡോക്ടർമാരായ ആഷ്ലി പ്രദീപ്, ഷാൻലി പ്രദീപ്,
KK അനുശ്രീ, +2 പരീക്ഷയിൽ മുഴുവൻ വിഷയങ്ങൾക്കും A+ നേടിയ KK ഷമീന എന്നിവരെ തലശ്ശേരി താലൂക്ക് ലൈബ്രറി കൗൺസിൽ സെക്രട്ടറി അഡ്വക്കേറ്റ് V പ്രദീപൻ അനുമോദിച്ചു. അറിവ് കൂടിക്കൂടി വരികയാണ്. എല്ലാവർക്കും പഠിക്കാത്ത ഒരാളുമില്ല. പക്ഷേ തിരിച്ചറിവ് കുറഞ്ഞു വരികയാണ്. കേരളം അഭിമുഖീകരിക്കുന്ന ഏറ്റവും വലിയൊരു വിഷയമായിട്ട് മാറുക. നോക്ക നിങ്ങൾ, വിസ്മയ എന്ന പെൺകുട്ടി കൊല്ലപ്പെട്ടത് സ്ത്രീധനത്തിന്റെ പേരിൽ സ്വന്തം ഭർത്താവാണ് കൊലപ്പെടുത്തി, അല്ലേ? ആ മനുഷ്യൻ ഇപ്പോഴാണ് ജയിലിൽ നിന്ന് ജാമ്യം കിട്ടിയിട്ട് ഇറങ്ങിയത്. നമ്മൾ വിചാരിക്കുക എന്താ, 4ാം ക്ലാസ് വരെ പഠിക്കാത്ത ഏതെങ്കിലും ചങ്ങായി ആയിരിക്കും. അല്ലാണ്ട് സ്ത്രീധനത്തിന്റെ പേരിൽ സ്വന്തം ഭാര്യനെ കൊല്ലേണ്ടെങ്കിൽ അത്രയും വിവേകം ഇല്ലാണ്ടായി പോവല്ലേ? എന്നാൽ എന്താ അവസ്ഥ? ആരാ മനുഷ്യൻ? വലിയ വിദ്യാഭ്യാസമൊക്കെ നേടിയ മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടറാ. അപ്പോൾ വിദ്യാഭ്യാസം ഉണ്ട്, വിവേകമില്ല. ഇതാ കേരളം. നോക്ക നിങ്ങള്, കൊച്ചനിയനെ കൊല്ലാൻ ഒരു മടിയില്ലാത്ത ഏട്ടന്മാരുടെ നാടാവുക കേരളം. നൊന്തുപെറ്റ വളർത്തിയ അമ്മയെ കൊല്ലാൻ ഒരു മടിയില്ലാത്ത മക്കളുടെ നാടായി കേരളം മാറുകയാണ്. എന്തേ? നമ്മളാരും പഠിക്കാനായിട്ടാണോ? പഠിപ്പ് കൂടിക്കൂടി വരും. ഇവിടെ തന്നെ 3 ഡോക്ടർമാരായി. പഠിപ്പ് കൂടിക്കൂടി വരികയാണ്. പക്ഷേ വിവേകം കുറഞ്ഞു വരികയാണ്, തിരിച്ചറിവ് കുറഞ്ഞു വരിക. ഇവിടെയാണ് പുസ്തക വായനയുടെ പ്രാധാന്യം. തലശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് PR വസന്തൻ അധ്യക്ഷത വഹിച്ചു. മഠത്തിൽ ബാബു സ്വാഗതം പറഞ്ഞു. തുടർന്ന് നടന്ന വനിതാ സാഹിതി വടക്കുംപാട് യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ മാധവിക്കുട്ടിയുടെ കഥകളെ ആസ്പദമാക്കിയുള്ള പുസ്തക ചർച്ചയിൽ KV അനിത, ബൈജ ബാബു, സുജല ശ്രീജിത്ത് എന്നിവർ പങ്കെടുത്തു. തലശ്ശേരി കീഴന്തിമുക്കിൽ ചതയ ദിനാഘോഷം സംഘടിപ്പിച്ചു. ആഘോഷത്തിന്റെ ഭാഗമായി ചിത്രരചന, ചെസ് മത്സരം സംഘടിപ്പിച്ചു. ആർട്ടിസ്റ്റ് ജീവൻജി ഉദ്ഘാടനം ചെയ്തു. തലശ്ശേരി കീഴന്തിമുക്ക് ചതയ ദിനാഘോഷ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ചതയ ദിനാഘോഷത്തിന്റെ ഭാഗമായി വിദ്യാർത്ഥികൾക്കായി ചിത്രരചന, ചെസ് മത്സരങ്ങൾ സംഘടിപ്പിച്ചു. പ്രമുഖ ചിത്രകാരൻ ആർട്ടിസ്റ്റ് ജീവൻജി ചിത്രം വരച്ചുകൊണ്ട് മത്സരങ്ങൾ ഉദ്ഘാടനം ചെയ്തു. കെ ലിജിൻ അധ്യക്ഷനായി. വാർഡ് കൗൺസിലർ E ആശ, തലശ്ശേരി മേലോട്ട് മടപ്പുര കമ്മിറ്റി ചെയർമാൻ KM ധർമ്മപാലൻ, O ചന്തുമേനോൻ സ്മാരക വലിയ മടാവിൽ സ്കൂൾ പ്രധാനാധ്യാപകൻ ഗിരീഷ്, K സനൽ, PT വിനോദ് തുടങ്ങിയവർ സംസാരിച്ചു. തലശ്ശേരി വടക്കുംപാട് ശ്രീനാരായണ ബേസിക് UP സ്കൂളിന്റെ നേതൃത്വത്തിൽ ഓണോത്സവവും അനുമോദനവും സംഘടിപ്പിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് PR വസന്തൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ നിന്നും MA മ്യൂസിക്കിൽ 1ാം റാങ്ക് നേടിയ R അഭിഷേക്, കണ്ണൂർ യൂണിവേഴ്സിറ്റി ബയോ സ്റ്റാറ്റിസ്റ്റിക്സ് 2ാം റാങ്ക് നേടിയ അബ്ദുൾ ബാരിസ്, MSc ഫിസിക്സിൽ 2ാം റാങ്ക് നേടിയ KU ഷിഫ എന്നിവരെ അനുമോദിച്ചു. തലശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് PR വസന്തൻ മാസ്റ്റർ റാങ്ക് ജേതാക്കൾക്കുള്ള സമ്മാന വിതരണം നടത്തി. പഞ്ചായത്ത് അംഗം CK ഷക്കീൽ അധ്യക്ഷത വഹിച്ചു. സ്കൂൾ പ്രധാനാധ്യാപിക K വത്സല, TK രജിഷ, M വത്സൻ, CK പ്രമോദ് എന്നിവർ സംസാരിച്ചു. അധ്യാപകരുടെയും മാനേജറുടെയും നാട്ടുകാരുടെയും രക്ഷിതാക്കളുടെയും നേതൃത്വത്തിൽ ഓണപരിപാടികൾ വിപുലമായ രീതിയിൽ നടത്തി. പാനൂർ ചമ്പാട് റോഡിൽ കുറിച്ചിക്കരയിൽ തലാൽ മാർക്കറ്റ് പ്രവർത്തനം ആരംഭിച്ചു. പാണക്കാട് സയ്യിദ് സാബിഖ് അലി ശിഹാബ് തങ്ങൾ ഉദ്ഘാടനം ചെയ്തു. മുൻ ഇന്ത്യൻ ക്രിക്കറ്റ് താരം S ശ്രീശാന്ത്, സ്വാമി ആത്മദാസ് യാമി എന്നിവർ മുഖ്യാതിഥികളായി. GCC രാജ്യങ്ങളിൽ 200-ലധികം സൂപ്പർ മാർക്കറ്റുകളുള്ള തലാൽ മാർക്കറ്റിന്റെ ശാഖയാണ് പാനൂർ കുറിച്ചിക്കരയിൽ പ്രവർത്തനം ആരംഭിച്ചത്. പാണക്കാട് സയ്യിദ് സാബിഖ് അലി ശിഹാബ് തങ്ങൾ ഉദ്ഘാടനം ചെയ്തു. മുൻ ഇന്ത്യൻ ക്രിക്കറ്റ് താരം S ശ്രീശാന്ത്, സ്വാമി ആത്മദാസ് യാമി എന്നിവർ മുഖ്യാതിഥികളായി.
ഒരു സ്നേഹം നിറഞ്ഞ ഒരു സ്ഥലത്ത്, അതും ഓണത്തിന്റെ സ്പെഷ്യലില് ഇത്രയും മഹത്തായ ഒരു തലാൽ സൂപ്പർ മാർക്കറ്റ് ഇവിടെ വരുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് എല്ലാവരും അതിന് ഭയങ്കര സന്തോഷമുള്ള കാര്യമായിരിക്കും. എനിക്കും ഒരു 2 ആഴ്ച മുമ്പ് ഇതുപോലെ തന്നെ കുജേരയിലും അതിനു മുമ്പ് 1 വർഷം മുമ്പ് ഇൻഡസ്ട്രി വളരെ കുറേ നല്ല നല്ല സൂപ്പർ മാർക്കറ്റിലും ഹൈപ്പർ മാർക്കറ്റിലും എനിക്ക് തലാലിന്റെ ഒപ്പം ജോയിൻ ചെയ്ത് ഓപ്പണിംഗ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. വളരെ സന്തോഷമാണ്. കാരണം ഇവരുടെ ഫാമിലിയുടെ ഒരു പ്രത്യേകതയും ആ ഒരു ടുഗദർനെസ്, ഹംബിൾനെസ്, സോ മച്ച് ടു ലേൺ ഫ്രം ദം. അപ്പൊ എന്തായാലും ഓണത്തിന്റെ ഭാഗമായി ശരിക്ക് ഇവിടെ വന്ന് പറഞ്ഞ് ഒരു മതി, ഒരു ജനം, ഒരു മതം, ഒരു ദൈവം, അങ്ങനെ ഒക്കെ പറഞ്ഞ് സംസാരിക്കുകയും ചെയ്തു. അപ്പൊ എനിക്ക് പറയാനുള്ളത് എന്റെ ലൈഫിൽ അത് തന്നെയാണ്. എന്ത് കഷ്ടപ്പാടുകൾ ഉണ്ടായാലും എന്ത് വന്നാലും ഏറ്റവും ഞാൻ വളരെ അഭിമാനത്തോടെ പറയുന്നത് ഐ ആം വെരി പ്രൗഡ് ടു ബി എ മലയാളി. കാരണം കള്ളവുമില്ല, ചതിയുമില്ല. അതാണല്ലോ ഓണത്തിന്റെ മെയിൻ പ്രത്യേകത. മതങ്ങളൊന്നുമില്ല. അപ്പൊ എനിക്ക് തോന്നുന്നു ഏറ്റവും മോസ്റ്റ് ഇമ്പോർട്ടന്റ് സ്റ്റേയിങ് ടുഗദർ. അപ്പം എല്ലാവരും അങ്ങോട്ടും സ്നേഹിക്കുക. ഏറ്റവും വലിയ വാശി എനിക്ക് ഇപ്പോഴും വളരെ അഹങ്കാരത്തോടുകൂടി പറയുന്ന ഒരു കാര്യം, 2007 വേൾഡ് കപ്പിൽ ആ ക്യാച്ച് എടുത്തപ്പം വളരെ മനോഹരമായ എൻ്റെ ഒരു SMS അന്ന് ഇവിടെ സോഷ്യൽ സൈറ്റ്സ് ഒന്നും അറിയുന്നില്ല. അന്ന് പറഞ്ഞൊരു കാര്യം, ഞങ്ങളുടെ കാലഘട്ടം വളരെ മോശമാണെന്നാണ് നമ്മളൊക്കെ പറയുന്നത്, അല്ലെങ്കിൽ ഞങ്ങളുടെയൊക്കെ സീനിയേഴ്സ് പറയുന്നത്. സത്യത്തിൽ ഞങ്ങൾക്ക് എന്താണ് കുഴപ്പമെന്നാണ് അവിടുത്തെ ഡിഗ്രി തലങ്ങളിലൊക്കെയുള്ള കുട്ടികൾ ചോദിച്ചത്. ഞാനെങ്ങനെ അവരോട് നിങ്ങൾ മോശമാണെന്ന് എങ്ങനെ പറയാം? അവർക്ക് അവരുടേതായ ഒരുപാട് ഗുണങ്ങളുണ്ട്. പക്ഷെ നമ്മുടെ കാലഘട്ടത്തിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സർവത്തിന്റെയും ഫംഗ്ഷനാലിറ്റി നഷ്ടപ്പെടുന്ന ഒരു കാലമാണ്. KP മോഹനൻ MLA, പാനൂർ നഗരസഭാ ചെയർമാൻ KP ഹാഷിം, KE കുഞ്ഞബ്ദുള്ള, PK പ്രവീൺ, KK സുധീർ കുമാർ തുടങ്ങി രാഷ്ട്രീയ സാമൂഹിക മേഖലകളിലെ നിരവധി പ്രമുഖർ പങ്കെടുത്തു. തലാൽ ഗ്രൂപ്പ് ചെയർമാൻ ബാലിയിൽ യൂസഫ് ഹാജി, ബാലിയിൽ മഹമ്മൂദ് ഹാജി, ഡയറക്ടർമാരായ പക്കർമാർ അസ്ലം, മഹമ്മൂദ്, സഫീർ, ഷമ്മാസ്, അബൂബക്കർ, ഷഫീഖ്, അസീസ്, ഫൈസൽ, അബൂബക്കർ എന്നിവർ പങ്കെടുത്തു. ഫോർച്യൂൺ ടിഷ്യൂ നാപ്കിൻസ് മാനുഫാക്ചറിംഗ് യൂണിറ്റ് മീത്തിലെ ചമ്പാട് പ്രവർത്തനം ആരംഭിച്ചു. മീത്തിലെ ചമ്പാട് പോസ്റ്റ് ഓഫീസ് താഴെയാണ് ഫോർച്യൂൺ ആരംഭിച്ചത്. ജില്ലാ സ്പോർട്സ് കൗൺസിൽ പ്രസിഡന്റ് KK പവിത്രൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. പാനൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് A ശൈലജ സ്വിച്ച് ഓൺ കർമ്മം നടത്തി. പന്നിനൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KK മണിലാൽ ആദ്യ വിൽപ്പന നിർവഹിച്ചു. പാട്യം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് NV ഷിനിജ, KE കുഞ്ഞബ്ദുള്ള, T ഹരിദാസ്, A ദിനേശൻ, A പ്രദീപൻ, വ്യവസായ വകുപ്പ് ഓഫീസർ നൌഫൽ എന്നിവരടക്കം ഒട്ടേറെ പ്രമുഖർ ഉദ്ഘാടന ചടങ്ങിൽ സംബന്ധിച്ചു.
ഹോട്ടൽ, സലൂൺ, മെഡിക്കൽസ് എന്നിവിടങ്ങളിലേക്കുള്ള ടിഷ്യൂ പേപ്പർ ഇവിടെ ലഭ്യമാണെന്ന് മാനേജിംഗ് ഡയറക്ടർമാരായ ഹരികീർത്തന, TC അഷിൻ എന്നിവർ അറിയിച്ചു. പരമ്പരാഗത വസ്ത്രങ്ങളുടെ കമനീയ ശേഖരവുമായി അരയാക്കണ്ടി ഗ്രൂപ്പിന്റെ സദേൺ വീവ്സ് തലശ്ശേരിയിൽ പ്രവർത്തനം ആരംഭിച്ചു. തലശ്ശേരി ടൗൺ ബാങ്ക് ഓഡിറ്റോറിയം കോംപ്ലക്സിൽ ആരംഭിച്ച സ്ഥാപനത്തിന്റെ ഉദ്ഘാടനം തലശ്ശേരി കോഓപ്പറേറ്റീവ് റൂറൽ ബാങ്ക് പ്രസിഡന്റ് P. ഹരീന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. കുത്താമ്പുള്ളി, ബാലരാമപുരം, രാംരാജ് തുടങ്ങിയ വിവിധ ബ്രാൻഡുകളുടെ മുണ്ടുകൾ, സെറ്റ് സാരികൾ, സെറ്റ് മുണ്ടുകൾ തുടങ്ങി പരമ്പരാഗത വസ്ത്രങ്ങളുടെയും മറ്റ് വസ്ത്രങ്ങളുടെയും കമനീയ ശേഖരവുമായാണ് അരയാക്കണ്ടി ഗ്രൂപ്പിന്റെ സദേൺ വീവ്സ് തലശ്ശേരി ടൗൺ ബാങ്ക് കോംപ്ലക്സിൽ പ്രവർത്തനം ആരംഭിച്ചത്. തലശ്ശേരി കോഓപ്പറേറ്റീവ് റൂറൽ ബാങ്ക് പ്രസിഡന്റ് P. ഹരീന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. മാഹി ഡെന്റൽ കോളേജ് ചെയർമാൻ KP രമേശ് കുമാർ ആദ്യ വിൽപ്പന ഏറ്റുവാങ്ങി. നിരവധി പ്രമുഖർ ഉദ്ഘാടന ചടങ്ങിൽ സംബന്ധിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. വികസിത കേരളം എന്ന സ്വപ്നമാണ് വരുന്ന തിരഞ്ഞെടുപ്പിൽ BJP മുന്നോട്ട് വെക്കുന്നതെന്ന് BJP ദേശീയ നിർവാഹക സമിതി അംഗം PK കൃഷ്ണദാസ്. ജനങ്ങൾ മാറ്റത്തിനു വേണ്ടി ആഗ്രഹിക്കുകയാണെന്നും കൃഷ്ണദാസ്. സംസ്ഥാനത്ത് വീണ്ടും സ്വർണ്ണവില സർവകാല റെക്കോർഡിൽ. പവന് 680 രൂപ വർദ്ധിച്ച് 77,640 രൂപയാണ് ഇന്നത്തെ വില.
പയ്യന്നൂരിൽ സിമന്റ് ഗോഡൌണിൽ ലോറിക്ക് തീപിടിച്ചു, ഡ്രൈവർക്ക് പരിക്ക്. വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.